Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 15 മീഡിയം സൈസ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ നന്നായിട്ട് തുടച്ചെടുക്കണം. വെണ്ടയ്ക്ക അരിയാൻ എടുക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള വെണ്ടയ്ക്ക വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുമ്പോൾ മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒത്തിരി വലിയ കഷ്ണങ്ങളും ആവരുത്, എന്നാൽ തീരെ നൈസും ആയി പോവരുത്. ഞാനിവിടെ വെണ്ടയ്ക്ക 4ആയിട്ട് മുറിച്ചിട്ട് ഈ ഒരു ഘനത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലോട്ടിനി 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ പച്ചമുളകിന് വലിയ എരിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ 2 എണ്ണം ചേർക്കുന്നത്. ഇനി അരപ്പിലും പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കാനായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കിച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക് വേണം. 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് താല്പര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം വേണം. ആവശ്യത്തിന് കറിവേപ്പിലയും 2 വറ്റൽമുളകും വേണം. ഇനി വെണ്ടയ്ക്ക കിച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരകിയതും ജീരകവും പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരപ്പ് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളമായി പോവരുത്, നമുക്ക് തൈരും കൂടെ ചേർക്കാനുള്ളതാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിലിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കണം. കിച്ചടി തയ്യാറാക്കാനായിട്ട് വെണ്ടയ്ക്ക എപ്പോഴും വെളിച്ചെണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് വെണ്ടയ്ക്ക വറുത്തെടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ലേശം ഉപ്പും കൂടി ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി വെണ്ടയ്ക്ക നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഇവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്കയും വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളർ ആകുന്നത് വരെ വേണം വെണ്ടയ്ക്ക വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഇതുപോലെ ഒരു വിസ്കി യൂസ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ തൈരങ്ങ് ലൂസായി പോവും. അതുകൊണ്ട് ഇതുപോലൊരു വിസ്കി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കിച്ചടിക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് നല്ലത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിച്ചടിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് തൈര് ചേർക്കാം. ഇനി അടിക്ക് കട്ടിയുള്ള ഒരു പാത്രം ചൂടാവാനായിട്ട് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇത് സദ്യ സ്പെഷ്യൽ കിച്ചടി ആയതുകൊണ്ട് ഞാൻ അവസാനമാണ് താളിച്ച് ചേർക്കുന്നത്. അല്ലെങ്കിൽ എണ്ണ ചൂടാവുമ്പോൾ ആവശ്യത്തിന് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചിട്ട് ഇതിലോട്ട് അരപ്പ് ചേർത്താൽ മതിയാകും. കറി പെട്ടെന്ന് കേടാകാതിരിക്കാനായിട്ട് അവസാനം താളിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ അരപ്പ് ചേർത്ത് അരപ്പിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നത് വരെ വേവിച്ചെടുക്കുവാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. ഇനി ഈ അരപ്പും വെണ്ടയ്ക്കയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നല്ലോണം തണുക്കണം. ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. കിച്ചടിക്ക് എപ്പോഴും അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് നല്ലത്. ഇതിലോട്ടിനി തൈര് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. കിച്ചടിയുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. കിച്ചടി ഒരു തൊടുകറിയാണ്. ഇലയിൽ വിളമ്പി കഴിയുമ്പോൾ ഒലിച്ചിറങ്ങരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലോട്ടിനി കടുകും വറ്റൽമുളകും
കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ തളിച്ച് ചേർക്കാം. അരപ്പിലോ തൈരിലോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കിച്ചടി ഇരിക്കുന്തോറും ഒന്നുകൂടി കുറുകി വരും. ഒത്തിരി അങ്ങ് കുറുകി പോയിന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തൈര് എക്സ്ട്രാ ചേർത്താൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തണുത്ത് കുറുകിയിരിക്കും. അപ്പോൾ ഇന്നത്തെ സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക കിച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വ്ലോഗിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.